Very good morning all. Then all are welcome to Financial Accounting new video class. Fifth module two videos are already discussed. That means format of balance sheet and profit and loss account in the new format. Today we are going to discuss CDT or corporate dividend tax. Another name, tax on dividend. Let's go. Tax on dividend. Tax on dividend or corporate dividend tax. Corporate dividend tax. Then what do you mean by CDT or corporate dividend tax or tax on dividend? ഡിവിഡൻറ്റിൻ്റെ മേലെ ടാക്സ് കൊടുക്കും. അപ്പോൾ ഡിവിഡൻറ്റ് ആരാണ് കൊടുക്കുക? ആർക്കാണ് ഡിവിഡൻറ്റ് കിട്ടുക? ഷെയർ ഹോൾഡേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്ത ഷെയറിൻ്റെ മേലെ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കമ്പനിയിലും ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയറിനെ അനുസരിച്ച് കൊണ്ട് പ്രോഫിറ്റ് അവർക്ക് കിട്ടും. ആ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുക? ഡിവിഡൻറ്റ് എന്ന് പറയുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, ഇവർക്കൊക്കെ എന്തുണ്ടായിരിക്കും? ഡിവിഡൻറ്റ് കിട്ടും. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്താ കിട്ടുക? ഇൻട്രസ്റ്റ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻറ്റാണ് കിട്ടുക. ഇവിടെ ചെയ്യുന്നത് എന്താണ്? ടാക്സ് ഓൺ ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റിൻ്റെ മേലെ നമ്മൾ എന്താ ചെയ്യുന്നത്? ടാക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആരായിരിക്കും ഇത് കൊടുക്കുന്നുണ്ടാവുക? പണ്ട് കാലങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്, അതായത് ഡിവിഡൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന റെസിപ്പൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ടാക്സ് എമൗണ്ട് കൊടുത്തിരുന്നത്. ദെൻ റീസെൻ്റ്ലി കമ്പനീസിൻ്റെ ആക്ട് വന്നു, അമെൻമെൻറ്റ് വന്നു. അതിനുശേഷം ആരാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്? കോർപ്പറേറ്റ് സെക്ടേഴ്സ് ആണ്, അഥവാ കമ്പനീസ് ആണ് ഈ ടാക്സ് കൊടുക്കുന്നത്. അതാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഡിവിഡൻറ്റിൻ്റെ മേലെ ടാക്സ് പേയ്മെൻറ്റ് ഡൺ ബൈ ദ കോർപ്പറേറ്റ് സെക്ടേഴ്സ് ഓർ കമ്പനീസ്. ഇപ്പോൾ ടാക്സ് എമൗണ്ട് ഡിവിഡൻറ്റിൻ്റെ മേലെ കമ്പനീസ് കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത്. സോ കമ്പനീസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു. ആ ഡിക്ലെയർ ചെയ്യുന്ന അഥവാ ഡിസ്ട്രിബ്യൂട്ടിങ് ചെയ്തിട്ടുള്ള ഡിവിഡൻറ്റിൻ്റെ മേലെ കമ്പനി കൊടുക്കുന്ന ടാക്സിനാണ് CDT എന്ന് പറയും. ഓക്കെ, ദെൻ ബേസിക് CDT റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അഥവാ ബേസിക് CDT റേറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ബേസിക് CDT റേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഗ്രോസ് ഡിവിഡൻഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെയാണ് നെറ്റ് ഡിവിഡൻഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. CDT മീൻസ് കോർപ്പറേറ്റ് സെക്ടേഴ്സ് ഓർ കമ്പനീസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിവിഡൻഡ് are required to pay tax on such dividend are called corporate dividend tax. അപ്പോൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു, അഥവാ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് പ്രൊപ്പോസ് ചെയ്യുന്നു. ഈ ഡിവിഡൻഡിൻ്റെ മേലെ കമ്പനി തന്നെ എന്ത് ചെയ്യുന്നു? ടാക്സ് പേയ്മെന്റ് നടത്തുന്നു. സോ ദീസ് ആർ കോൾഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഓക്കെ, സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടത്. കാരണം ആ ഡിവിഡൻഡ് കിട്ടുന്ന ആർക്കാണ്? ഷെയർ ഹോൾഡർക്കാണ്. അപ്പോൾ ഷെയർ ഹോൾഡർ അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു ഭാഗം ടാക്സ് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ കമ്പനീസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്, അതിൻ്റെ മേലെ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കും, കമ്പനീസ് കൊടുക്കും. സോ ദീസ് ആർ കോൾഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്? എങ്ങനെയാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ബേസിക് റേറ്റ് ഓഫ് CDT ഈസ് 15%.
ബേസിക് റേറ്റ്. അപ്പൊ 15% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിന്റെ ബേസിക് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മേലെ സർചാർജ് ആഡ് ചെയ്യാറുണ്ട്, എഡ്യൂക്കേഷൻ സെസ്സും ആഡ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് ആക്ച്വൽ CDT റേറ്റ് വരിക. ഓക്കെ, 15% ആണ്. ദെൻ ആഡ് സർചാർജ്. സർചാർജ് എത്ര പെർസെൻറ്റേജ് ആണ്? അതായത് ബേസിക് റേറ്റ് 15% ആണ്. ഈ ബേസിക് റേറ്റിന്റെ 12% ഓൺ ബേസിക്. ബേസിക് റേറ്റ് 15 ആണ്. സോ 15 into 12 by 100. Okay, then we'll get 1.8. 15% basic rate, then 1.8 എന്നാണ് അതിന്റെ സർചാർജ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. കിട്ടിയത് ബേസിക് റേറ്റിന്റെ 12%, 1.8. then again add education cess. education cess ചാർജ് ചെയ്യുന്നത് 4% ആണ്. then 4% on basic plus surcharge. അപ്പോൾ എത്ര വരും? 16.8ന്റെ 4%. 16.8 into 4 by 100. ബേസിക് 15 ആണ്. 15ന്റെ 12% സർചാർജ് ആണ്. സർചാർജിന്റെയും ബേസിക്കിന്റെയും 4% എഡ്യൂക്കേഷൻ സെസ് ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്? ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോകാനുണ്ട്. അത് മൂന്നും കൂടി ആഡ് ചെയ്യുന്നതാണ് ഏത്? ആക്ച്വൽ റേറ്റ് ഓഫ് CDT എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര കിട്ടും? 0.672. 16.8 into 4 by 100. 0.672. ഇത് ആഡ് ചെയ്യുന്നു. ഓക്കെ, then 7. then 6, 7, 1. 17.472 ആണ് CDTന്റെ റേറ്റ്. ഓക്കെ, ഇപ്പോൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡിവിഡൻഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, അതുപോലെ CDT കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു, അതിൽ കോൾഡപ്പ്, പെയ്ഡപ്പ് ഇങ്ങനെ പറയുന്ന കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഷെയർസിൻ്റെ എണ്ണം തരും, ദെൻ എമൗണ്ട് നമുക്ക് തരും. എന്നിട്ട് നമ്മൾ അതിൽ നിന്നും നെറ്റ് എമൗണ്ടും ഗ്രോസ് എമൗണ്ടും ഫൈൻഡ് ചെയ്യണം. നെറ്റ് എമൗണ്ട് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എത്രയാണോ കോൾഡപ്പ് ആയിട്ടുള്ളത്, കോൾഡപ്പ് ആയതിൻ്റെ കമ്പനി നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. 10 ആയിരിക്കാം, 15 ആവാം, 6.5 ആവാം, 12 ആവാം, 12.5 ആവാം. അത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയും ഇത്ര പെർസെൻറ്റേജിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ദെൻ അപ്പോൾ ആ കോൾഡപ്പ് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ്, അതായത് ഈ 10%, 12%, 6.5% എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവിഡൻഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് നെറ്റ് ഡിവിഡൻഡ് ആണ്. ബേസിക് റേറ്റ് 15 ആയതുകൊണ്ട് എന്ത് ചെയ്യാനുണ്ട്? അതിന്റെ ഗ്രോസ് എമൗണ്ട് ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഗ്രോസ് എമൗണ്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഗ്രോസ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്, ഗ്രോസ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്, gross amount of dividend is equal to, that means 85%. ഇവിടെ 15% ബേസിക് റേറ്റ് ആണ്. സോ 100 minus 15 will get 85. So then net amount of dividend into 100 divided by 85. ഗ്രോസ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് then net amount of dividend into 100 divided by 85. അപ്പോൾ നമുക്ക് ഗ്രോസ് എമൗണ്ട് കിട്ടും. ഈ ഗ്രോസ് എമൗണ്ടിന്റെ മേലെയാണ് ഈ പറയുന്ന 17.472 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്ത് പോകേണ്ടത്.
ഓക്കെ, അതായത് CDTന്റെ റേറ്റ് 17.472 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് എമൗണ്ട് ഡിവിഡൻഡിന്റെ കിട്ടുകയും ചെയ്യും. അതിൻ്റെ മേലെ നമ്മൾ CDT കാൽക്കുലേറ്റ് ചെയ്തതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, CDT എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് സെക്ടർ അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തത് കൊണ്ട് സർക്കാരിന് കൊടുക്കേണ്ട ടാക്സ് എമൗണ്ട് ആണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത്. അത് അവരുടെ കമ്പൽസറി ട്രീറ്റ്മെന്റ് ആണ്. ഡിവിഡൻഡിന്റെ മേലെ ടാക്സ് കൊടുക്കുക, ടാക്സ് ഓൺ ഡിവിഡൻഡ്. Then one question for you. Calculate dividend and CDT. Question: A Limited issued and allotted 2,50,000 shares of ₹10 each. 2,50,000 ഷെയർ 10 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്നു. Then all the allottees have paid the called up amount of ₹7 per share. അതിൽ കോൾഡ് ചെയ്തിട്ടുള്ളത് 7 per share ആണ്. വിൽക്കുന്നത് 10 ആണ്, പക്ഷെ ആളുകൾ പേ ചെയ്തിട്ടുള്ളത് 7 ആണ്. With the exception of call money at ₹2 per share on 25,000 shares. അതിൽ തന്നെ 25,000 ഷെയറിന് ₹2 വെച്ചിട്ട് കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. The company has proposed a dividend on equity shares at 10%. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് 10%-ലാണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആൻഡ് CDT. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡും CDTയും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. എങ്ങനെയാ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം? കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് calls in arrears. Then called up capital find ചെയ്യണം. എങ്ങനെ called up capital find ചെയ്യാം? 2,50,000 shares into 7. ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 2,50,000 shares ആണ്. called up എത്രയേ ഉള്ളൂ? 7 ആണ്. issued ആണ് എന്ത്? 10. ഓക്കെ, അപ്പോൾ 2,50,000 shares into 7. ഓക്കെ, 2,50,000 shares into 7. ഇത് called up. Then minus calls in arrears. Calls in arrears എത്ര? With the exception of call money at ₹2 per share on 25,000 shares. 25,000 shares into 2. Calls in arrears. Okay, എത്ര ഇടും? 2,50,000 into 7 minus 25,000 into 2 എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പർ ഓഫ് ഷെയർസും 2 രൂപ വെച്ചിട്ട് കോൾ മണി കിട്ടിയിട്ടില്ല. കോൾ ചെയ്തിട്ടുള്ളത് 2,50,000 ഷെയറിന് 7 രൂപ വെച്ചിട്ടാണ്. അത് 2 രൂപ വെച്ചിട്ട് 25,000 ഷെയറിന് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് കുറച്ചാലാണ് ആക്ച്വൽ പെയ്ഡ് അപ്പ് ആയിട്ടുള്ള എമൗണ്ട് എത്ര എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 17,50,000 minus 50,000. Okay, then 17 lakh. 17 lakh ആണെന്ന് called up capital. ഇനി നെക്സ്റ്റ് സ്റ്റേജ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. എന്താ പറഞ്ഞത്? കമ്പനി ഹാസ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് അറ്റ് 10%. ഇപ്പോൾ ഡിവിഡൻഡ്, നെറ്റ് ഡിവിഡൻഡ് എത്ര? 17 lakh into എത്ര പെർസെൻറ്റേജാ? 10%. 10/100. Okay, so 1,70,000. 10% ആയതുകൊണ്ട് 1,70,000. ഓക്കെ, ഇനി ഗ്രോസ് എമൗണ്ട് ഫൈൻഡ് ചെയ്യണം. ഗ്രോസ് ഡിവിഡൻഡിന്റെ ഗ്രോസ് എമൗണ്ട് ഫൈൻഡ് ചെയ്യുന്നു. എങ്ങനെ കണ്ടുപിടിക്കുക? നെറ്റ് എമൗണ്ട് എന്താണോ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 85. ഓക്കെ, അതായത് 1,70,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 85. Okay, we'll get 2 lakh.
ഗ്രോസ് എമൗണ്ട്. ഇനി ഈ ഗ്രോസ് എമൗണ്ടിന്റെ മേലെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? CDT ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, CDT ഈസ് ഈക്വൽ ടു 2 lakh ഇൻറ്റു CDTന്റെ ആക്ച്വൽ റേറ്റ് എത്ര? 17.472 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 2 ലക്ഷം രൂപയാണ് ഡിവിഡൻഡ് എമൗണ്ട് ഉള്ളത്. ആ 2 ലക്ഷം രൂപയുടെ CDT റേറ്റ് ആയ 17.472. ഓക്കെ, ദെൻ CDT എമൗണ്ട് എന്ന് പറയുന്നത് 34,944. 34,944. അപ്പം നമുക്ക് CDTയും കിട്ടി, നമ്മുടെ ആക്ച്വൽ എമൗണ്ട് കിട്ടി. ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡിവിഡൻഡ് എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ CDT കാണണമെന്നുണ്ടെങ്കിൽ നെറ്റ് എമൗണ്ടിന്റെ മേലല്ല CDT കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗ്രോസ് എമൗണ്ടിന്റെ മേലെയാണ് CDT കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആക്ച്വൽ കണ്ടുപിടിച്ചത് നെറ്റ് എമൗണ്ട് ആണ് ഡിവിഡൻഡിന്റെ. ദെൻ ആ നെറ്റ് എമൗണ്ടിന്റെ ഗ്രോസ് എമൗണ്ട് ഫൈൻഡ് ചെയ്യുന്നു. ആ ഗ്രോസ് എമൗണ്ടിന്റെ മേലെയാണ് CDT. എല്ലായ്പ്പോഴും CDTന്റെ റേറ്റ് 17.472 തന്നെയാണ്, അതിന് മാറ്റം ഉണ്ടാവില്ല. 17.472. അത് കണ്ടുപിടിച്ച രീതിയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ബേസിക് പ്ലസ് സർചാർജ്, ദെൻ സർചാർജ് 12% ആണ്, ദെൻ എഡ്യൂക്കേഷൻ സെസ് 4% ആണ്. അത് ചാർജ് ചെയ്തിട്ടുള്ളത് ബേസിക് പ്ലസ് സർചാർജ്. അങ്ങനെ നമുക്ക് 17.472 എന്ന് അതിന് കോമൺ ആയിട്ടുള്ള റേറ്റ് ഫൈൻഡ് ചെയ്യുന്നു. അത് നമ്മൾ ഗ്രോസ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡിന്റെ മേലെ ചാർജ് ചെയ്തിട്ടാണ് CDT ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. 4 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് CDTയും അതുപോലെ ഡിവിഡൻഡും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി അങ്ങോട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് ഓൾ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. സമയം വളരെ പരിമിതമാണ്. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഒരു മാക്സിമം 2 വീക്സ് സമയം ഇനി കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ 3rd സെമസ്റ്ററിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൻ്റെ മുമ്പായിട്ട് എല്ലാവരും എല്ലാ വീഡിയോസും ഓൾ സബ്ജക്ട്സിൻ്റെ 2nd സെമസ്റ്ററിലെ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാരണം ഏത് സമയവും ഓഫ്ലൈൻ ക്ലാസ് വരികയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഡിമാൻഡ് ചെയ്യും അതിൻ്റെ നോട്ട്സൊക്കെ. അതുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അന്നേരം കണ്ട് പ്രയാസപ്പെടുന്നതിനേക്കാൾ ബെറ്ററാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ടൈം ഫ്രീ ആയിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോസും കാണുക. അതിനുള്ള ഡൗട്ട്സ് ഉള്ള ഏരിയാസൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓഫ്ലൈൻ ക്ലാസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ടീച്ചേഴ്സിനോട് അത് ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ കൃത്യമായി വീഡിയോസ് കാണണം. അതിനുള്ള കമൻറ്റും അതാത് ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും വീഡിയോസ് കാണുന്നതിനോ ഫോണില്ലാത്ത പ്രോബ്ലംസോ അതുപോലെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും മറ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി എന്നെ ഇൻഫോം ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. CDT എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. എക്സാമിന് 4 മാർക്സ് ഏരിയയിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ.